ഗൈസ് നമ്മൾ ഇന്ന് റോബ്ലോക്സിലുണ്ടല്ലോടാ ഒരു പ്രിസണിൽ നിന്ന് എസ്കേപ്പ് ആവാൻ പോവാണ്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാം ഗൈസ്, നമ്മളുണ്ടല്ലോടാ ഒരു ജയിലിന്റെ അകത്താണ്. ഈ ജയിലാണ് നമുക്ക് ആക്ച്വലി ചാടേണ്ടത്. അപ്പൊ ഓൾറെഡി ഉണ്ടല്ലോ ഗൈസ്, ഇത് തെറാപ്പിയുടെ ചാനലിൽ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മൾ ഇതിനകത്ത് നിന്ന് എസ്കേപ്പ് ആയിട്ടുണ്ടായില്ലടാ. പിന്നെ ഇതുപോലത്തെ സെയിം ഗെയിം നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആക്ച്വലി ഉണ്ടല്ലോ ഗൈസ് ഈ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവണം. ഇപ്പൊ നിങ്ങൾക്ക് നോക്കി കാണാം ഗൈസ്, നമ്മൾ ഈ സെല്ലിന്റെ ഉണ്ടല്ലോ അകത്താണ് കിടക്കണേ. ഇനി ഇവിടെ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവണമെങ്കിൽ ഉണ്ടല്ലോടാ നമ്മുടെ താഴെയുള്ള ഈ കാർപ്പറ്റ് ഉണ്ടല്ലോ ഗൈസ് നമ്മൾ നേരെ മടക്കുക. അപ്പൊ നമുക്ക് ഇവിടെ ചെറിയ ഒരു സ്ഥലം കാണാൻ പറ്റും. ചെറുതല്ല ഗൈസ്, കുറച്ച് വലിയ സ്ഥലം കാണാൻ പറ്റും. അപ്പൊ നമ്മുടെ കയ്യിലാണെങ്കിൽ ഒരു സ്പൂൺ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്പൂണും കൊണ്ടിടല കണ്ട ഗൈസ്, ഇവിടെ നമ്മളിങ്ങനെ കുഴിക്കാൻ നേരത്ത് നമുക്ക് എന്തോ താക്കോല് കിട്ടിയല്ലോ ഗൈസ്. എന്ത് താക്കോലാന്നറിയില്ല, എന്തോ താക്കോല് കിട്ടി. കണ്ട ഗൈസ്, നമ്മളിത് ഇങ്ങനെ സ്പൂണും കൊണ്ടുണ്ടല്ല ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ നമ്മൾ താഴത്തേട്ട് പോയിട്ടുണ്ടല്ലോ. നമ്മൾ താഴെ ഒരു ടണൽ കണ്ടെത്തണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ മേ ബി ഉണ്ടല്ലോ ഗൈസ് ആ ടണലിൽ നിന്നായിരിക്കും നമ്മൾ ചിലപ്പോ എസ്കേപ്പ് ആവുക ഗൈസ്. പക്ഷെ രാത്രി ആവുന്നെത്തുണ്ടല്ലോ ഗൈസ്, റിസ്ക് ആണ്. കണ്ടോ, രാത്രി ആവുന്നത് ഈ പോലീസുകാരനെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി വരും. അപ്പൊ നമ്മൾ കറക്റ്റ് ടൈമിലുണ്ടല്ലോ ഗൈസ് ഇതെല്ലാം പഴയ പോലെ ആക്കിയിടണം. അല്ലെങ്കിൽ ആ പോലീസുകാരൻ നമ്മൾ കാണുവാണെങ്കിലോ ഗൈസ് മുട്ടക്കാട്ട പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, പോലീസുകാരനെ അങ്ങോട്ട് പോയി കഴിയുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് വീണ്ടും കുഴിക്കാം. എനിക്ക് ഇവിടുന്ന് വേറെന്തോ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഒക്കെ കിട്ടിയടാ. പക്ഷേ ഉണ്ടല്ലോ ഇനി ഇവിടെ കുഴിക്കണത് റിസ്ക് ആണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. പോലീസുകാരൻ കണ്ട വീണ്ടും ഇങ്ങോട്ട് വരണ്ട്. ഞാൻ വീണ്ടും ഉണ്ടല്ലോടാ നമ്മുടെ കാർപ്പറ്റ് പഴയ പോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഗൈസ്. പോലീസ് നമ്മൾ കാണരുത്. പോലീസ് കാണുവാണെങ്കിൽ നമ്മളെ പിടിക്കും. പോലീസ് നൈറ്റ് മാത്രമാണ് പിന്നെ പോലീസ് ഉണ്ടല്ലോ ഈ പുറത്തിറങ്ങി ഇതുപോലത്തെ ചെക്കിംഗ് ഒക്കെ ചെയ്യുള്ളൂ. രാവിലെ നമുക്ക് സിമ്പിൾ ആയിട്ടുണ്ടല്ലോ ഗൈസ് ഇത് മൊത്തം കുഴിക്കാം. ഇപ്പൊ പിന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം ഗൈസ് നമ്മുടെ സ്റ്റാമിന തീരാറായിട്ടുണ്ട്. സ്റ്റാമിന തീരുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് കുഴിക്കാൻ പറ്റില്ല. നമുക്ക് സ്റ്റാമിന തീരുവാണെങ്കിൽ നമ്മുടെ സെല്ലിന്റെ അപ്പുറം കിടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ ഗൈസ്, അവരുടെ അടുത്തുനിന്നുണ്ടല്ലോ നമുക്ക് ഓരോരോ ഐറ്റംസ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മുടെ സ്റ്റാമിനയും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് കുഴിച്ചിട്ട് കിട്ടിയ സാധനങ്ങളില്ലടാ, നമുക്ക് ഇവന്റെ അടുത്തുകൊണ്ട് സെല്ല് ചെയ്യണം. ഇവ സെല്ല് ചെയ്യുമ്പോൾ കണ്ട ഗൈസ് നമുക്ക് ടോയ്ലറ്റ് പേപ്പർ അവൻ തരും. ആ ടോയ്ലറ്റ് പേപ്പർ വെച്ചിട്ടുണ്ടല്ലോ ഗൈസ് നമുക്ക് ഇവിടെ നിന്ന് എന്താണ് നമുക്ക് എനർജി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റും. കണ്ട 3 ടോയ്ലറ്റ് പേപ്പർ കൊടുക്കേണ്ട നമുക്ക് ഡോണറ്റ് കിട്ടും. ഡോണറ്റ് മേടിച്ചിട്ടുണ്ട്. ഇവൻ നമുക്ക് ഇടല്ലോ ഗൈസ് സ്റ്റോറേജ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഇവന് അതിന് 20 ടോയ്ലറ്റ് പേപ്പർ വേണം, അതെന്റെ കയ്യിലില്ല. ഇവന്റെ അടുത്ത് ചെന്ന് നോക്കുവാണെങ്കിൽ നമുക്കിടല്ലോ ഗൈസ് ഡിഗ് ചെയ്യാനുള്ള മറ്റു സാധനം കിട്ടും. ഷൗല് കിട്ടും, അതിന് 25 ടോയ്ലറ്റ് പേപ്പർ വേണം, എന്റെ കയ്യിലില്ല. നമ്മളിപ്പോ ഡിഗ് ചെയ്യണതുണ്ടല്ലോ ഗൈസ് എന്താണ് സ്പൂൺ വെച്ചിട്ടാലോ. അപ്പൊ ഞാൻ എന്തായാലും ഡോണറ്റ് കഴിക്കട്ടെ. കണ്ട ഡോണറ്റ് കഴിച്ചപ്പോ കണ്ട ഗൈസ് നമ്മുടെ സ്റ്റാമിന ഇതായിട്ടുണ്ട്. ഇനി നമുക്കുണ്ടല്ലോ ഇതിന് താഴത്തേട്ട് കുഴിച്ചു പോണം. യോ എനിക്ക് അടുത്ത് എന്തോ കിട്ടിയല്ലോ ഗൈസ്. ടൈം ഫോർ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ലഞ്ച് ടൈം ആകുമ്പോൾ നമുക്ക് അവിടെ പോയിട്ടുണ്ടല്ലോ ഗൈസ് ഫുഡ് കഴിക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നത് എന്റെ നെറ്റിന് എന്തോ പ്രശ്നമുണ്ട്. എന്റെ നെറ്റ് പ്രോപ്പർ ആയിട്ടുണ്ടല്ലോ ഗൈസ് കിട്ടല്ല, വീണ്ടും ലാഗ് ആവണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടുന്ന് ലഞ്ചിന് എന്താണ് ബർഗർ കിട്ടി ഗൈസ്. ലെറ്റ്സ് ഗോ. ബർഗർ ഞാൻ എന്തായാലും കഴിച്ചിട്ടുണ്ട്. എന്റെ സ്റ്റാമിന ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ എന്താ നേരെ പോയി കുഴിക്കാനുള്ള പരിപാടി നോക്കട്ടാ. നമുക്ക് എങ്ങനെയെങ്കിലും ഉണ്ടല്ലോ ഗൈസ് ഇതിന് താഴത്തേട്ട് ഒത്തിരി ദൂരം കുഴിച്ച് നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവണം. എനിക്ക് തോന്നുന്നത് നമുക്ക് നേരെ താഴത്തേട്ട് കുഴിക്കാം ഗൈസ്. നമ്മളിവിടെ ഒരു ബാറ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ എന്തോ ഒരു ദൂരം താഴത്തേട്ട് കുഴിക്കണത് ഇവിടുന്ന് എസ്കേപ്പ് ആവണമെങ്കിൽ. യോ ഗൈസ് ഒത്തിരി കുഴിക്കണ്ട ഇവിടുന്ന് എസ്കേപ്പ് ആവണമെങ്കിൽ. ഇവിടുന്ന് എന്തോ റെയർ ആയിട്ടുള്ള എന്തോ സാധനം നമുക്ക് കിട്ടണ്ടല്ലോ. എന്താണ് ഗൈസ് നമുക്ക് കിട്ടിയത്? ഹാമർ എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടാ. ഈ സ്പൂണും കൊണ്ട് കുഴിക്കാനുണ്ടല്ലോ ഗൈസ് ഭയങ്കര പാടാണ്. നമുക്ക് വേറെ എന്തെങ്കിലും എന്തോ ലെജൻഡറി ട്രോഫി എന്തോ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, എന്റെ സ്റ്റാമിന വീണ്ടും തീർന്നിട്ടുണ്ട് കേട്ടാ. വീണ്ടും ഞാൻ ഈ സാധനം എല്ലാം മടക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പൊ വീണ്ടും രാത്രി ആവാറായിട്ടുണ്ട്. ഇപ്പൊ നോക്കിക്കോട്ടോ, കണ്ട രാത്രി ആയിട്ടുണ്ട്. രാത്രി നമ്മളുണ്ടല്ലോ ഗൈസ് പോലീസിനെ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മളുണ്ടല്ലോ ഗൈസ് കുഴിച്ചതിന്റെ ഏറ്റവും താഴെ വരെ എത്തണം. എന്നാലാണ് നമുക്ക് ഈ ജയിലിൽ നിന്നുണ്ടല്ലോ ഗൈസ് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. അപ്പൊ ഗൈസ് ഈ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ട് അണ്ണന്റെ മോട്ടിവേഷൻ മൊത്തം പോയി കിടക്കാണ്. അണ്ണന് മോട്ടിവേഷൻ നൽകാനായിട്ട് വീഡിയോ കണ്ടോണ്ടിരിക്കണ എല്ലാരും എന്തായാലും ഇപ്പൊ തന്നെ ലൈക്ക് അടിക്കുക. ഒരു 10,000 ലൈക്സ് ആണ് ഗൈസ് നമുക്ക് ഈ പ്രസിൽ നിന്ന് എസ്കേപ്പ് ആവാനായിട്ടുള്ള ലൈക്ക് ടാർഗറ്റ്. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്ക്. നമ്മൾ റോഡ് ടു 100K ആണ് ഗൈസ്. ഈ കൊല്ലം എൻഡ് ചെയ്യണേക്കാട്ട് മുമ്പ് നമുക്ക് 100K അടിക്കാൻ പറ്റും നോക്കാം. 100K അടിക്കണേന്റെ അന്നുണ്ടല്ലോ ഗൈസ് നമുക്ക് റോബക്സിന്റെ കുറച്ച് ഗീവ് അവേ പരിപാടിയൊക്കെ നമ്മൾ നടത്തണം കേട്ടോ. അത് വേറൊരു സെറ്റപ്പ്. അപ്പൊ പോലീസ് തന്നെ അങ്ങോട്ട് പോയി ഇത് നമ്മൾ 10 സെക്കൻഡ് ഇവിടെ സർവൈവ് ചെയ്താൽ മതി. അന്ന് നമുക്ക് രാവിലെ എനിക്ക് കുഴിക്കാനായിട്ട് എന്റെ സ്റ്റാമിന ഇല്ലടാ. നമുക്ക് ഇവിടുന്ന് കുഴിച്ച് കിട്ടിയ സാധനങ്ങൾ ഉണ്ടല്ലോടാ. മറ്റേ സെല്ലിലുള്ള അവനില്ലേ അവന് നമ്മൾ കൊണ്ടുപോയി വിൽക്കണം. രാവിലെ കഴിഞ്ഞാൽ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റും. അപ്പൊ നമ്മളുണ്ടല്ലോ ഇവൻ ഈ സാധനം കൊണ്ട് വെക്കട്ടെ. എനിക്ക് എത്ര ടോയ്ലറ്റ് പേപ്പർ കിട്ടും? 20 ടോയ്ലറ്റ് പേപ്പർ കിട്ടി. അതിനകത്ത് ആദ്യം തന്നെ ഉണ്ടല്ലോ ഗൈസ് ആ സ്റ്റാമിനക്കുള്ള എന്തെങ്കിലും സാധനങ്ങൾ മേടിക്കട്ടെ. എന്താണ് എനിക്ക് കിട്ടിയത്? നമുക്ക് സാക്ക്, നമുക്ക് സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഞാൻ സ്റ്റോറേജ് 8 ആയിട്ട് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇവന്റെ അടുത്ത് നിന്ന് നമുക്ക് സ്റ്റാമിന കിട്ടിയതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. സ്റ്റാമിനല്ലേ കിട്ടിയത്? സ്റ്റാമിന കിട്ടിയത്. ഇത് കുത്തി വെച്ചപ്പോ സ്റ്റാമിന ഫുൾ ആയ. സ്റ്റാമിന മാക്സിമം ആയിട്ടുണ്ട്. ഓ മൈ ഗോഡ്, ഇവിടുന്ന് എന്താ കിട്ടിയ? എനിക്കൊന്ന് റെയർ ആയിട്ടുള്ള ഡക്കിനൊക്കെ കിട്ടിയിട്ടുണ്ട്. അല്ലാണ്ട് നമുക്ക് അടിപൊളി സാധനങ്ങളൊന്നും കിട്ടല്ല ഗൈസ്. ഇതാണ് ഈ മര്യാദക്ക് ഇവിടെ കുഴിക്കാനും പറ്റല്ല. നിങ്ങൾ കണ്ടോ ഗൈസ് നമ്മൾ എവിടെയാ നിക്കണേന്ന്? നമുക്ക് അങ്ങ് താഴെ
താഴെ വരെ പോണം. എന്റെ അപ്പൊ നമ്മൾ ഒത്തിരി താഴെ വരെ പോയാലാടാ നമുക്കുണ്ടല്ലോ ഇത് ശരിയാവുള്ളൂ. എന്ത് നമ്മൾ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആവുള്ളൂ. നമുക്ക് വീണ്ടും സർഫസിലോട്ട് പോണം ഗൈസ്. കാരണം ഇവിടെ ഉണ്ടല്ലോ ഫുഡ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. നമുക്ക് പോയി ഫുഡ് മേടിച്ചുകൊണ്ട് വരാം ഗൈസ്. കാരണം നമുക്ക് അത് സ്റ്റാമിനക്ക് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ്. ഇവിടുന്ന് ഇന്ന് എന്താണ് ഫുഡിന് നമുക്ക് ചിക്കൻ കിട്ടി. ചിക്കൻ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. പിന്നെ നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിലോ ഗൈസ് ഇവിടെ ഒരു ജാനിറ്റർ റൂം ഉണ്ട്. ഓ മൈ ഗോഡ് ഗൈസ് നമ്മൾ ഇവിടെ മറ്റേ ലാഡർ ഒക്കെ നമുക്ക് ഈ വഴി എസ്കേപ്പ് ആവാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നത്. നോ ഐഡിയ. നമുക്ക് അത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ എന്തായാലും തിരിച്ചു പോവാട്ടെ ഗൈസ്. എനിക്ക് സാക്കിൽ കുറച്ച് സാധനങ്ങൾ വിൽക്കാനുണ്ട്. അങ്ങ് വിറ്റേക്കാം. 10 ടോയ്ലറ്റ് പേപ്പർ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ സാധനം അടച്ചേക്ക് നമുക്ക് നമ്മുടെ പരിപാടി തുടങ്ങിയാലോ ഗൈസ്. ഇതും കൊണ്ടും നമുക്ക് ഒന്നും ആവൂല കേട്ടോ ഗൈസ്. എനർജി വീണ്ടും തീർന്നു. കണ്ട ഞാൻ പറഞ്ഞില്ല ഗൈസ്. പക്ഷെ ചിക്കൻ കഴിക്കാൻ നേരത്ത് അത്യാവശ്യം എനർജി ആയിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ കുഴിക്കാൻ നേരത്ത് നമുക്ക് സാധനങ്ങളൊന്നും കിട്ടില്ല. അത് ഭയങ്കര ഒരു പാടാട്ടാ. നമുക്കിത് ഒത്തിരി താഴ്ത്തിട്ട് കുഴിച്ചാലാണ് ഗൈസ് നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. ഓ മൈ ഗോഡ് ഗൈസ് രാത്രി മടക്ക് പോലീസുകാരൻ മന്നെക്കാട്ടും ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നമുക്ക് കുഴപ്പമില്ല. പിന്നെ ഇവിടെ ആയിട്ടുണ്ടല്ലോ ഗൈസ് നമുക്ക് വേറെ എന്തോ കൊടുക്കാനുണ്ടല്ലോ. എനിക്ക് ലെജൻഡറി ട്രോഫി കിട്ടി എനിക്ക് അവിടുന്ന്. ഓക്കെ ലെറ്റ്സ് ഗോ. കുഴപ്പമില്ല ഗൈസ് ലെജൻഡറി ട്രോഫി കിട്ടിയിട്ടുണ്ട്. എനിക്ക് എന്റെ സ്പൂൺ മാറ്റി അപ്ഗ്രേഡ് ചെയ്യണം. എനിക്ക് താഴത്തിട്ട് ഒത്തിരി ഡിഗ് ചെയ്യാനുണ്ട്. കണ്ട ഗൈസ് നമുക്ക് ഇതിന്റെ ഏറ്റവും താഴെ പോവാണെങ്കിൽ നമുക്ക് എക്സിറ്റിന്റെ അവിടെ എന്തോ ലാഡർ കിട്ടുന്നതാണ് തോന്നുന്നത്. എന്നിട്ട് നമ്മൾ ആ ലാഡർ ജാനിറ്റർ റൂമിൽ ഒരു ലാഡർ വെക്കാനുള്ള സ്ഥലം കണ്ടില്ല ഗൈസ്. അവിടെ നിന്ന് നമ്മൾ എസ്കേപ്പ് ആവണമെന്ന് തോന്നുന്നു. ഇവിടെയാണ് നമുക്കൊരു ടർബോ ഡ്രില്ല് മേടിക്കാനുണ്ടാവും. അതിന് നമുക്ക് 280 റോബക്സ് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ അത് സെറ്റ് ആക്കാം ഗൈസ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമുക്ക് സ്പീഡിൽ ഡ്രില്ല് ചെയ്തിട്ടുണ്ടല്ലോ താഴത്തേട്ട് പോയിട്ട് നമുക്ക് ഈ ഗെയിം പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോ ഐഡിയ ഗൈസ്. നമുക്ക് അത് നോക്കേണ്ടിയിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഗൈസ് നമുക്ക് ഈ സാധനമൊക്കെ തുറന്നിട്ടുണ്ടല്ലോ. ഇവിടുന്ന് അപ്പുറത്തേട്ടൊക്കെ പോകാൻ പറ്റും. വെന്റൊക്കെ തുറന്ന് അപ്പുറത്തേട്ട് പോയിട്ട് വലിയ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവിടെ ഉണ്ടല്ലോ ഗൈസ് ഒരു സെല്ല് ലോക്ക് ചെയ്ത് കിടക്കണ്ട്. അത് നമുക്ക് തുറക്കണം. അത് നമുക്ക് ഇവിടെ നിന്ന് തുറക്കാൻ പറ്റില്ല. നമുക്കത് താക്കൂല് തന്നെ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ നമ്മൾ ഈ വഴി വരികയാണെങ്കിൽ നേരെ ഇവിടുന്ന് നമ്മൾ നേരെ ടോയ്ലറ്റിലേക്ക് എത്തി ഗൈസ്. ഓക്കെ ടോയ്ലറ്റിലേക്ക് എത്തി. ടോയ്ലറ്റിലെ ഡോർ തുറന്നു പോയിട്ട് നമുക്ക് നേരെ ജാനിറ്റർ. പിന്നെ ഇവിടെ ഏതൊരു സെക്യൂരിറ്റി റൂം ഉണ്ട്. സെക്യൂരിറ്റി റൂമിന്റെ ഉള്ളിലുണ്ടല്ലോ ഗൈസ് ഒരു ലാഡർ ഉണ്ട്. എനിക്ക് തോന്നുന്നത് സെക്യൂരിറ്റി റൂമിന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ലാഡർ എടുക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. ബേബി നമ്മുടെ താഴത്തോട്ട് കുഴിച്ചു പോകുമ്പോഴല്ല ഗൈസ് ചിലപ്പോ എനിക്ക് മറ്റേതായിരിക്കും കിട്ടണത്. കീ കാർഡ് ആയിരിക്കും കിട്ടണത് ഈ സെക്യൂരിറ്റി റൂം തുറക്കാനുള്ളത്. നോ ഐഡിയ ഗൈസ്. ഒരു ഐഡിയ ഇല്ല എനിക്ക് അതിനെ കുറിച്ച്. നമുക്ക് എന്തായാലും അവിടെ പോയി നോക്കിയാലാണ് അറിയാൻ പറ്റുള്ളൂ ഗൈസ്. ഇപ്പൊ തന്നെ ആഫ്റ്റർനൂൺ ആവും. നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സമയമാവും. ഞാൻ എന്തായാലും അപ്പൊ ഇവിടെ തന്നെ നിൽക്കട്ടെ. നമുക്ക് ഫുഡ് മേടിച്ചിട്ട് ബാക്കിയുള്ള സാധനങ്ങൾ അവിടെ കുഴിക്കാൻ വേണ്ടി പോവാം. ലഞ്ച് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല ഗൈസ് എനിക്ക് ചിക്കൻ കിട്ടി. ചിക്കൻ കഴിക്കുക. ഇനി ഞാൻ എന്തായാലും ഉണ്ടല്ലോ പോയി കുഴിക്കാൻ വേണ്ടി പോകണം. എന്റെ കയ്യിൽ 14 ടോയ്ലറ്റ് പേപ്പർ ഉള്ളൂ ഗൈസ്. കുറച്ചുകൂടെ കൂടുതൽ വേണം. എന്നാലാണ് ഉണ്ടല്ലോ നമുക്ക് നമ്മുടെ സ്പൂൺ അപ്ഗ്രേഡ് ചെയ്ത് നേരെ താഴത്തേട്ട് പോകാൻ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഒരു ഡ്രില്ലർ ആ പവർ ഡ്രില്ലില്ല ഗൈസ് അത് നമുക്ക് മേടിച്ചാലോ. അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടല്ലോ ഗൈസ് കുഴിച്ച് താഴത്തേട്ട് പോയിട്ട് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ നിന്ന് വേറെ സോപ്പാ ഗൈസ്. എന്റെ ഇത് തീർന്നടാ. എനർജി എനിക്ക് ഒറ്റടിക്ക് തീർന്ന്. ഇതെന്ത് പരിപാടിയാണ്. എന്തായാലും എന്റെ കയ്യിൽ ഏതോ ഒരു സാധനം മാത്രമേ ഉള്ളൂ ഗൈസ്. ഒരു ട്രോഫി ഉള്ളൂ. എടാ മോനെ ട്രോഫി ഇപ്പൊ നീ എടുക്കില്ല. ലഞ്ച് ബ്രേക്ക് ആയോണ്ടാന്ന് തോന്നുന്നു. ഇനി എടുക്ക്. യെസ് ഗൈസ് ട്രോഫി ഞാൻ അവന് വിറ്റിട്ടുണ്ട്. 7 ടോയ്ലറ്റ് പേപ്പർ നമുക്ക് അവൻ തന്ന്. എനിക്ക് എന്തായാലും എനർജി വേണം. ഇവിടെ നിന്നാണ് നമുക്ക് എനർജി ഫുഡ് കിട്ടണേ. അല്ല സ്റ്റോറേജ് ആണ് ഇവിടെ നമുക്ക് ബോംബൊക്കെ നമുക്ക് മേടിക്കാൻ പറ്റും ഗൈസ്. എക്സ്പ്ലോസീവ് ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റും. പക്ഷെ നമുക്ക് എനർജിക്കുള്ള ഫുഡ് എവിടുന്ന മേടിക്കണേ. ഡിഗ് സ്പീഡാ ഇവന്റെ അടുത്തായിരിക്കും ഇനി ഫുഡ് കിട്ടണേ. ബർഗർ കിട്ടി ഗൈസ്. 4 ബർഗർ കിട്ടി. ഡിഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് എത്ര ടോയ്ലറ്റ് പേപ്പർ വേണം? 25 വേണം. ഓ മൈ ഗോഡ് ഗൈസ് ഇപ്പനെ കാണും. കേൾക്കോ. ഓ മൈ ഗോഡ്. ഗൈസ് ഗാർഡ് ഇവിടെ വരെ വന്നായിരുന്നു. ഞാൻ വിചാരിച്ചു അവൻ എന്നെ പിടിച്ചെന്നാണ്. എന്റെ നെറ്റ് സ്ലോ ഉണ്ട് ഗൈസ്. അവനവിടെ നിന്ന് കുറച്ചു നേരം കഴിഞ്ഞിട്ടാണ് അപ്പുറത്തേട്ട് പോയത്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് നമ്മൾ ഇതുപോലെ കുഴിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു 1-2 മണിക്കൂർ പിടിക്കും ഇവിടുന്ന് എസ്കേപ്പ് ആവണമെന്ന് തോന്നുന്നു. നമുക്ക് എന്തായാലും ഈ ടർബോ ഡ്രില്ല് മേടിച്ചാലോ. അപ്പൊ നമുക്ക് പെട്ടെന്ന് ഇത് കുഴിച്ച് എസ്കേപ്പ് ആവാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നണേ. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഗൈസ് ടർബോ ഡ്രില്ല് മേടിക്കാൻ പോവാണ്. 280 റോബക്സ് ആവും ഗൈസ്. ഒന്നും നോക്കണില്ല. ടർബോ ഡ്രില്ല് മേടിച്ച് OP ഡ്രില്ല് പെർമനന്റ് ആണ്. ഓക്കെ ഗൈസ് ഞാൻ ഈ ഡ്രില്ലർ വെച്ചിട്ടുണ്ടല്ലോ. ഇവിടുന്ന് ഞാൻ കുഴിച്ചു നോക്കട്ടെ എന്തോ ഒരു സ്പീഡില്. നോ എനർജി ഈറ്റ് ഫുഡാ. ഓക്കെ ഗൈസ് ഈറ്റ് ഫുഡ് എപ്പോഴും നമ്മൾ ഈറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് ടർബോ ഡ്രില്ല് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. ടർബോ ഡ്രില്ല് ഉണ്ടെങ്കിലും വലിയ കാര്യമൊന്നുമില്ല ഗൈസ്. പയ്യെ തന്നെയാണ് താഴത്തേട്ട് പോകണുള്ളൂ. ടർബോ ഡ്രില്ല് തട്ടിപ്പാർന്ന് ഗൈസ്. എന്റെ എനർജി വീണ്ടും തീർന്നാ നേരെ സർഫസിലോട്ട് പോകും ഗൈസ്. ടർബോ ഡ്രില്ല് ഉണ്ടായിട്ട് കാര്യമില്ല. എന്റെ എനർജി വീണ്ടും ഇതായി പോവാണ്. ട്രേഡ് ചെയ്ത് ഞാൻ മേടിച്ചിട്ടുണ്ട്. ഫുഡ് കഴിക്ക്. ടർബോ
ഡ്രില്ലും തട്ടിപ്പാണ് ഗൈസ്. ഇത് ഉണ്ടായിട്ട് പയ്യൊക്കെ തന്നെയാണ് നമ്മൾ കുഴിക്കണേ. എനിക്കെന്തോ ലെജൻഡറി ട്രോഫി കിട്ടിയിട്ടുണ്ട്. താഴത്തേട്ട് കുഴിക്ക് ഗൈസ്. നമുക്ക് ഒത്തിരി ദൂരം താഴത്തേട്ട് പോണടാ. എന്നാലാണ് ഗൈസ് ഇവിടുന്ന് എസ്കേപ്പ് ആകാൻ പറ്റുള്ളൂ. എന്റെ അമ്മേ, എനർജി വീണ്ടും തീർന്നാ ഗൈസ്. ഇത് എന്ത് കഷ്ടാണ്. എനർജി എത്ര പെട്ടെന്നാണ് തീരണേ. നമുക്ക് കിട്ടിയ സാധനങ്ങളെല്ലാം ഞാൻ ഇവിടെ കൊണ്ട് വിൽക്കാനായിട്ട് ഇവരിവിടെ ഇപ്പൊ ബിസിയാണ് ഗൈസ്. നമുക്ക് ഇവിടെ പോയിട്ട് ഫുഡ് മേടിക്കട്ടെ കേട്ടാ. നല്ല എന്തെങ്കിലും ചിക്കനെങ്കിൽ ചിക്കൻ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ചിക്കൻ കഴിച്ച് സ്റ്റാമിന ഓൾമോസ്റ്റ് ഒരു 60% ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവന് ഈ സാധനങ്ങളെല്ലാം ഞാൻ സെല്ല് ചെയ്തിട്ട് ഇപ്പൊ 38 ടോയ്ലറ്റ് പേപ്പർ ആയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഫുഡ് ഉണ്ടല്ലോ ഗൈസ് ഓൾറെഡി ഇവന്റെ അടുത്ത് നിന്ന് കുറച്ച് അധികം ഫുഡ് നമുക്ക് മേടിച്ചു വെക്കാട്ടാ. അല്ലെങ്കിൽ ഇടല്ലോ ഗൈസ് സംഗതി ശരിയാവൂല. നമുക്ക് ഒത്തിരി ചിക്കനൊക്കെ മേടിച്ചു വെക്കാം. നമുക്ക് ഇത് നിറച്ച് ചിക്കൻ മാത്രം മതിയല്ലോ ഗൈസ്. പിന്നെ നമുക്ക് സ്റ്റോറേജും അപ്ഗ്രേഡ് ചെയ്യാം. ഇത് നമുക്ക് കുഴിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല എന്നാണ് എനിക്ക് തോന്നണേ. കാരണം ഉണ്ടല്ലോ നമ്മൾ പവർ ഡ്രില്ല് മേടിച്ചിട്ടില്ല ഗൈസ്. അതുകൊണ്ട് ബാക്കിയുള്ളതൊക്കെ സെറ്റ് ആണെന്നാണ് എനിക്ക് തോന്നണേ. എന്തായാലും പവർ ഡ്രില്ലും കൊണ്ടുണ്ടല്ലോ ഗൈസ് ഇവിടെ എങ്ങനെയൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെച്ചേക്കാം. നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഐറ്റംസ് ഫിഷ് ബോണാ മീന്റെ മുകളിലൊക്കെയാണ് ഗൈസ് ഇവിടുത്തെ കുഴിക്കാൻ നോക്കി കിട്ടി. ഓക്കെ കുഴപ്പമില്ല, സീല്ല. ഫുഡ് കഴിച്ചോ ഗൈസ്. പോലീസുകാരൻ അപ്പുറത്തേട്ടായിട്ട് പോയേക്കണത്. ഞാൻ വിചാരിച്ചു നമ്മുടെ അടുത്തേട്ട് വരുന്നതാ. എന്തായാലും പോലീസുകാരുണ്ടല്ലോ ഗൈസ് അപ്പുറത്തേട്ട് പോകുമ്പോ ഇവിടെയൊക്കെ ഞാൻ കുഴിച്ച് എടുക്കാനുള്ള എനിക്കെന്തോ അൺകോമൺ ആയിട്ടുള്ള എന്തോ സാധനം കിട്ടി. ഇത് കറക്റ്റ് ആയിട്ട് കുഴിക്കണില്ല. നെറ്റിന് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു ഗൈസ്. ബാക്കിയുള്ള ഗെയിം കളിക്കുമ്പോൾ നെറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടണില്ല. ഫുള്ള് ഇങ്ങനെ ലാഗ് ആവുകയാണ്, സ്റ്റക്ക് ആവുകയാണ്. ഒരു ചിക്കൻ ഇങ്ങനെ കഴിക്കട്ടെ, എന്റെ സ്റ്റാമിന ഫുൾ ആക്കട്ടെ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇനി ഓപ്പൺ ചെയ്തോ. ഇത് നമ്മുടെ കുഴിക്കാനുള്ള പരിപാടി നോക്കാം. ഇവിടുന്ന് എന്തൊക്കെയോ ടൂത്ത് പേസ്റ്റ് ഒക്കെ കിട്ടിയേക്കണ്. എന്തൊക്കെ ഗൈസ് വീണ്ടും ടൂത്ത് പേസ്റ്റ് ഗൈസ്. നമ്മൾ പകുതി പോലും ആയിട്ടില്ല കേട്ടോ കുഴിച്ച്. നമ്മൾ ഇഷ്ടം പോലെ താഴത്തേട്ട് കുഴിച്ച് പോണെന്നാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഇത് ഭയങ്കര പാടായിരിക്കും ഗൈസ്. ഇത് ഭയങ്കര പാടാ. കണ്ട നമ്മൾ എന്തോരം താഴത്തേട്ട് കുഴിച്ചു പോയാലായിരിക്കൂലേ നമുക്ക് താഴെ വരെ എത്താൻ പറ്റിയ. ഞാൻ നേരെ ഡയറക്റ്റ് താഴത്തേട്ട് തന്നെ കുഴിച്ചു പോട്ടെ. സ്റ്റാമിന തീർന്നല്ലേ. ചിക്കൻ കഴിക്കുക. ഒരു ചിക്കൻ ഇങ്ങനെ കഴിച്ചാ ഓക്കെ റെഡി ആയിന്നാണ് എനിക്ക് തോന്നുന്നത്. സാക്കേജ് ഫുള്ള് സാക്ക് ഫുള്ളായില്ലേ. ഇനി എനിക്ക് സാക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. ബാക്കിയെല്ലാം സെറ്റ് ആണ്. നെക്സ്റ്റ് സാക്ക് ഇവിടെ നിന്നാണ് അപ്ഗ്രേഡ് ചെയ്യണേന്നാണ് എനിക്ക് തോന്നുന്നത്. ഡിഗ് സ്പീഡ് അല്ലടാ. സാക്ക് ഇവിടെ ഇല്ലേ. ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഞാനും പോവാണ്. നമുക്ക് ഇവിടെ എന്തായാലും ഫ്രീ ആയിട്ട് ഫുഡ് കിട്ടണതല്ലേ. നമ്മൾ എന്തായാലും വേസ്റ്റ് ആക്കണ്ട. നമുക്ക് ഇവിടെ എന്തോ ഹോട്ട് ഡോഗ് കിട്ടി ഗൈസ്. ഹോട്ട് ഡോഗ് ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടാ. എനിക്ക് ഈ ഭാഗം തുറക്കാനായിട്ട് എനിക്ക് താക്കൂല. നമുക്ക് 75 റോബക്സ് കൊടുത്താലാണ് ഗൈസ് ഇങ്ങോട്ടുള്ള ആക്സസ് കിട്ടുള്ളൂ. ഇവിടുന്ന് നമുക്ക് ഉണ്ടല്ലോ ഗൈസ് ഒത്തിരി സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് മേടിക്കാൻ പറ്റും. പക്ഷെ അതിനായിട്ടുള്ള റോബക്സ് നമ്മൾ ഒത്തിരി ചെലവാക്കണം ഗൈസ്. അതെന്തായാലും വേണ്ട. നമ്മൾ എന്തായാലും പവർ ഡ്രില്ല് മേടിച്ചല്ല, നമുക്ക് അത് മതി. എനിക്ക് തോന്നുന്നു നമുക്ക് സ്റ്റോറേജ് മേടിക്കാനുള്ളത് ഇവിടെയാന്ന് തോന്നുന്നു. യെസ് ഗൈസ്. അല്ല 20 ടോയ്ലറ്റ് പേപ്പർ കൊടുക്കാൻ നമ്മൾ വീട് സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എടാ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്തില്ലേ? ഇപ്പോഴും 8 തന്നെയല്ലോ ഗൈസ് കാണിക്കണേ. എന്താണ് സ്റ്റോറേജ് ഇൻക്രീസ് ആയില്ല? ഇവിടെ നമുക്ക് എന്തോ ഡോറിറ്റോസ്. അമ്മേ ഞാൻ വിചാരിച്ചാവും നമ്മൾ ഒന്ന് പിടിച്ചെന്നാർന്നടാ. കറക്റ്റ് സമയത്ത് ഞാൻ ഇവിടെ ഒന്ന് കയറി. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഗൈസ് ഇത് തുറന്നിട്ട് ഇത് അടച്ചേ. നമ്മുടെ മേളിക്കേക്കാൾ അടയ്ക്കാൻ പറ്റില്ലേ. ഇനി ഞാൻ താഴ്ത്തേട്ട് പോട്ടെ ഗൈസ്. ഇനി അവൻ എന്നെ പിടിക്കുമെന്ന് നമുക്ക് നോക്കാല. മേ ബി ഇനി പിടിക്കാനുള്ള ചാൻസ് കുറവാണെന്നാണ് എനിക്ക് തോന്നണേ ഗൈസ്. എന്റെ നെറ്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് അവിടെ ഇല്ലാട്ടോ. നമ്മള് നെക്സ്റ്റ് സ്ഥലത്തേട്ട് എത്തി ഗൈസ്. മണ്ണിന്റെ കളർ മാറി. ഇത് കണ്ട ഒരു കപ്പ് കിട്ടി, ഗോൾഡ് ബാർ കിട്ടി. കമോൺ ഗൈസ്. ഇവിടുന്ന് വീണ്ടും റോക്കാ ഗൈസ്. ഇവിടുന്ന് വീണ്ടും ഒരു ഗുഹയാന്ന് തോന്നുന്നു. അപ്പുറത്തേട്ട് ഫയർ എക്സ്റ്റിംഗ്വിഷർ. വീണ്ടും സാക്ക് ഫുള്ളായി ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്. നമ്മളുണ്ടല്ലോടാ ഈ സാധനം ഇവിടെ മൂടി വെച്ചിട്ട് രാത്രി താഴത്തേട്ട് പോയി. നമുക്ക് അതൊന്നും പ്രശ്നമില്ല കേട്ടോ. അങ്ങനെയൊക്കെ രാത്രി താഴത്തേട്ട് പോണെങ്കിൽ സാധനങ്ങളെല്ലാം വിൽക്കട്ടെ. എന്റെ സ്റ്റോറേജ് എനിക്ക് ഇൻക്രീസ് ആക്കണം. ഇവിടെ നിന്നാണ് സ്റ്റോറേജ്. ചാക്ക് ഫുഡാലേ കുറച്ച് ചിക്കൻ അങ്ങ് മേടിച്ചു വെച്ചേക്കും ഗൈസ്. എന്തായാലും നല്ലൊരു പരിപാടിയാണ്. കാരണം നമുക്കുണ്ടല്ലോ ചിക്കൻ അത്യാവശ്യം ആവശ്യം വരും. എടാ സ്റ്റോറേജ് ഇൻക്രീസ് ചെയ്യുന്നത് ഇവിടുന്നാണ്. ഇല്ലീഗൽ കീ കാർഡാ ഗൈസ്. അവന്റെ കയ്യിൽ ഇല്ലീഗൽ കീ കാർഡ് ഉണ്ട്. അത് മേടിക്കാൻ പറ്റും നമുക്ക്. 200 ടോയ്ലറ്റ് പേപ്പർ ആണ് ഗൈസ്. നമ്മുടെ കയ്യിലില്ല. ഡിഗിങ് നമുക്ക് വേണ്ട. നമുക്ക് വേണ്ടത് മറ്റതാണ്. ചാക്ക് ഉണ്ട് അതിന്റെ കയ്യിൽ. സ്റ്റോറേജ് യെസ് ഗൈസ്. സ്റ്റോറേജ് ഞാൻ മേടിച്ച് ഗൈസ്. നമ്മുടെ ചാക്ക് എന്നിട്ട് ഇൻക്രീസ് ആയില്ലല്ല. എനിക്ക് ഇപ്പോഴും 8 ഐറ്റംസ് തന്നെയാണ് വെക്കാൻ പറ്റുള്ളൂ. ചേട്ടാ ഇത് ഭയങ്കര കഷ്ടമല്ല ഗൈസ്. സ്റ്റോറേജ് ഞാൻ ഇൻക്രീസ് ചെയ്തിട്ട് എന്റെ ഇൻക്രീസ് ആവണില്ല. എന്തായാലും ഇവിടുന്ന് ഒരു ഡോറിറ്റോസ് അല്ല നമുക്ക് കിട്ടിയത്. കുഴപ്പമില്ല ഗൈസ്. ഉള്ളതും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ഇവിടുത്തെ ഡിഗിങ്ങിനുള്ള പരിപാടി നോക്കട്ടെ. എന്തായാലും കുറച്ച് താഴത്തേട്ട് ഇറങ്ങിയിട്ട് ഇതങ്ങ് മൂടി വെച്ചേക്കാം. അപ്പൊ രാത്രിയായാലും നമുക്ക് സീനില്ലല്ലോ ഗൈസ്. ഞാൻ എന്തായാലും ഈ സാധനമുള്ള നന്നായിട്ടാ. അല്ലെങ്കിൽ എന്തോരം നേരം എടുത്താൻ ഇവിടെ വരെ എത്താനായിട്ട്. ഇപ്പോഴും നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ നേരം എടുക്കണ്ട ഗൈസ്. എനിക്ക് ഇവിടുത്തെ സ്കേറ്റിംഗ് ബോർഡ് കിട്ടി ഗൈസ് താഴത്ത് നിന്ന്. പക്ഷെ ഞാൻ എന്റെ സാക്ക് വലുതാക്കിയതാണ് ഗൈസ്. എന്നിട്ട് എന്താണ് ഇത് വലുതാവാത്തതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ.
ഓ മൈ ഗോഡ്, ഇവിടുന്ന് എനിക്ക് വേറെ എന്തോ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാ. എനിക്ക് അറിയാൻ പാടില്ല ഗൈസ് എന്തൊക്കെ സാധനമാണ്. ഞാൻ എന്തായാലും രാവിലെ ആയില്ലേ. തുറക്ക് ഗൈസ്, ഇത് കണ്ട എന്റെ നെറ്റ്. ഇത് എന്ത് കഷ്ടാണ് ഇത് ഗൈസ്. എന്റെ നെറ്റ് പ്രോപ്പർ ആയിട്ട് കിട്ടണ പോലുമില്ല. ദേ ഗൈസ്, ഇത് ഭയങ്കര കഷ്ടാട്ടോ. ഇത് എന്ത് പ്രോബ്ലം ആണെന്ന് എനിക്കറിയില്ല. എന്റെ BSNL ബ്രോഡ്ബാൻഡ് ആണ് ഗൈസ്. ഒന്നും ഇങ്ങോട്ട് കറക്റ്റ് ആയിട്ട് വർക്ക് ആവണില്ല. എനിക്ക് എത്ര ടോയ്ലറ്റ് പേപ്പർ കിട്ടി? 24 ടോയ്ലറ്റ് പേപ്പർ കിട്ടി ഗൈസ്. എന്റെ സാക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ള. അതേ ലുക്ക് കണ്ട, സ്റ്റോറേജ് അവിടെ ഉണ്ട്. ഇവന്റെ അടുത്ത് പോയി ഞാൻ തന്നെ മേടിക്കാം. എന്നിട്ട് ട്രേഡ് ചെയ്യട്ടെ ഗൈസ്. ഞാൻ സ്റ്റോറേജ് സ്റ്റീൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? അതിന് നമുക്ക് റോബക്സ് കൊടുക്കണല്ലേ. അല്ലാണ്ട് തന്നെ ഞാൻ ട്രേഡ് ഞാൻ ചെയ്ത് എന്റെ കയ്യിലുള്ളണ്ടല്ലോ ഗൈസ്. സാധനം പോയി, പക്ഷെ എന്റെ സാക്ക് അപ്ഗ്രേഡ് ആയിട്ടില്ല ഗൈസ്. വീണ്ടും എനിക്ക് 8 ഐറ്റംസ് തന്നെയാണ് എനിക്ക് ഇവിടെ സ്റ്റോർ ചെയ്യാൻ പറ്റണത്. അത് എന്തൊട്ട് പരിപാടിയാ നിങ്ങൾ ഇന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. ഞാൻ എന്റെ ടോയ്ലറ്റ് പേപ്പർ കൊടുത്തു, പക്ഷെ എനിക്ക് സാധനം മേടിക്കാൻ പറ്റണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവസ്ഥ ആലോചിക്കുക. ഗെയിം ഗ്ലിച്ചാണ് എന്താണെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ സംഗതി വർക്കാവുള്ള അതാണ് കുഴപ്പം. ഞാൻ എന്തായാലും ഉണ്ടല്ലോ ബാക്കിയുള്ള ഡിഗിങ്ങിന്റെ പരിപാടി നോക്കുകയാണ്. മിക്കവാറും എനിക്ക് ഇത് അൺലോക്ക് ചെയ്തിട്ടുണ്ടല്ലോ ഗൈസ്. അവിടുന്ന് ബാക്കിയുള്ള മറ്റു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് കുഴിച്ചാലായിരിക്കും എനിക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഇത് കളി നടക്കുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടാ. ഓ, നമ്മൾ ഇത്രയും താഴെ കുഴിച്ചെത്തി ഗൈസ്, എന്നിട്ട് പകുതി പോലും ആയിട്ടില്ല. ഓ, രാത്രി ഇടണ്ടാ. പക്ഷെ വിഷയല്ല ഗൈസ്, വിഷയല്ല. രാത്രിക്കാണെങ്കിലും നമുക്ക് ആ സാധനം മൂടിയിട്ടിട്ട് ഇവിടുന്ന് കുഴിച്ചാൽ മതിയില്ല. നേരെ താഴ്ത്തിട്ട് കുഴിക്കടാ ഗൈസ്. എനിക്കുണ്ടല്ലോ എന്റെ ചാക്ക് ഒന്ന് സെറ്റ് ആക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിനകത്തൊന്നും നടക്കണില്ല ഗൈസ്. ഞാനവിടെ ടോയ്ലറ്റ് പേപ്പർ കൊടുത്തിട്ട് എനിക്ക് ഒന്നും മേടിക്കാൻ പറ്റല്ല. അതൊരുമാതിരി പരിപാടി പോയിടാ. രാവിലെ ആവട്ടെ ഗൈസ്, ഞാൻ എന്തായാലും ഈ സാധനമൊക്കെ കൊണ്ട് വിറ്റിട്ടുണ്ടല്ലോ. എന്തായാലും ഇന്ന് ഒത്തിരി ഫുഡാണ് ഞാൻ മേടിക്കാൻ പ്ലാൻ ചെയ്യണത്. അതാകുമ്പോ നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് മേടിക്കുമ്പോൾ എത്ര ടോയ്ലറ്റ് പേപ്പർ കിട്ടും? 30 ടോയ്ലറ്റ് പേപ്പർ നമുക്ക് കിട്ടി ഗൈസ്. ഞാൻ ഒത്തിരി ഫുഡ് മേടിച്ച് എന്റെ കയ്യിൽ വെക്കാം. ഇത് വേണ്ട, കാരണം ഓൾറെഡി ഡ്രില്ലർ നമ്മുടെ കയ്യിലുണ്ട്. കീ കാർഡ് മേടിക്കാനുള്ള ടോയ്ലറ്റ് പേപ്പർ നമ്മുടെ കയ്യിലില്ല. ഡോറിറ്റോസ് ഒത്തിരി പോരട്ടെ. ഡോറിറ്റോസിലുണ്ടല്ലോ ഗൈസ്. അങ്ങനെ വലിയ സ്റ്റാമിന കിട്ടില്ല, പക്ഷെ നമുക്കൊക്കെ കൂടുതൽ അങ്ങ് മേടിച്ചു വെച്ചേക്കാം. നമുക്ക് ആവശ്യം വരുമല്ലോ. 10 ഡോറിറ്റോസ് ഞാൻ മേടിച്ചിട്ടുണ്ട്. തൽക്കാലം അത് മതി. ഇവന്റെ അടുത്ത് എന്താണ് ചാക്ക. ഇത് കണ്ട ഗൈസ്, വീണ്ടും സ്റ്റോറേജ് സ്മോൾ സാക്ക്. പക്ഷേ ഇത് മേടിച്ചിട്ട് കാര്യമില്ല, ഇത് വർക്കാവില്ല. നമുക്ക് പിന്നെ ഇവിടെ എത്ര റോബക്സ് കൊടുക്കണം? 75 റോബക്സ് കൊടുക്കണം ഗൈസ്. അത് കുറച്ച് കൂടുതലാണ് ഇങ്ങോട്ട് കയറണമെങ്കിൽ. പിന്നെ അത് എടുക്കണമെങ്കിൽ വീണ്ടും വേറെ പൈസ കൊടുക്കേണ്ടി വരും. അത് അതിനെക്കാട്ടി വലിയ കഷ്ടമായിരിക്കും. അപ്പൊ ഞാൻ എന്തായാലും ഇവിടത്തേക്കുള്ള ഫുഡ് ആപ്പിളെങ്കിൽ ആപ്പിൾ ഗൈസ് കഴിച്ച് കുറച്ച് സ്റ്റാമിനയുടെ ആപ്പിൾ കഴിച്ചാലൊക്കെ കിട്ടുള്ളൂ. ഡോറിറ്റോസോ അങ്ങനെ കഴിച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഡോറിറ്റോസ് ഇങ്ങനെ മേടിക്കാം. ഇനി എന്തായാലും ഞാൻ വീണ്ടും താഴ്ത്തിട്ട് പോട്ടെ. എന്തായാലും താഴ്ത്തിട്ട് ഇറങ്ങി. ഇനി നമുക്ക് റയർ ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ കിട്ടും. ഫ്ലെയർ ഗണ്ണൊക്കെ ഗൈസ്. അത് പക്ഷെ കിട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാര്യം എന്താണെന്നറിയാലോ, നമുക്ക് നമ്മുടെ ചാക്കൊന്നും നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ അതൊക്കെ കിട്ടിയിട്ട് എന്ത് കാര്യം? പവർ ഡ്രില്ലാണെങ്കിലും കുഴിച്ചാലും ഭയങ്കര വലിയ സ്പീഡൊന്നുമില്ല. പക്ഷേ അതിനെക്കാട്ടി കഴിച്ച് നെറ്റ് സ്ലോ ആവലാണ് ഗൈസ്. എന്തായാലും നമ്മൾ ഏകദേശം നെക്സ്റ്റ് ഒരു റോക്കിന്റെ ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിട്ടുണ്ട് ഗൈസ്. ഗൈസ്, ഇനി നമുക്ക് പാറയാണ് പൊട്ടിക്കേണ്ടത്. അത് പൊട്ടിക്കാൻ കുറച്ച് പാടാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാനുണ്ടല്ലോ ഗൈസ്. ഇനി നമ്മൾ റോക്ക് ഏരിയയിൽ എത്തി. ഇനി നമ്മൾ എന്തോരു താഴ്ത്തിട്ട് പോയാലാണ് നമുക്ക് മറ്റേ ഈ സാധനം ഒപ്പിക്കാൻ പറ്റാന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എടാ കുഴിക്കടാങ്ങ്. പാറ പൊട്ടിക്കാൻ പറ്റില്ല. പൊട്ടിക്കാൻ പറ്റും. പിന്നെ പാറ പൊട്ടിക്കാണ്ട് നമ്മുടെ കയ്യിലുള്ള അതുപോലത്തെ ഡ്രില്ലറല്ലേ ഇരിക്കണത്. പക്ഷെ ഇത് കുറച്ച് ഇനി ചടങ്ങാന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് പാടാണ് ഗൈസ്. ഇനി അതിന്റെ താഴ്ത്തിട്ട് നമ്മൾ എത്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നമുക്ക് മാക്സിമം എത്താണ്ട് ഒരു നിവൃത്തിയില്ല. നമുക്ക് എന്തായാലും എത്തണം ഗൈസ്. താഴ്ത്തിട്ട് എങ്ങനെയെങ്കിലും എത്തണം. നമ്മുടെ സാക്ക് ഫുള്ളായിടാ വീണ്ടും. എനിക്കാണെങ്കിൽ വേറെ ചാക്കാണെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഗൈസ് ഞാൻ നിക്കണേ. വേറൊന്നും സാധനം ഗോൾഡ് കോയിൻ ഒക്കെ ഉണ്ട്, പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലടാ. എന്റെ ചാക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ട്. 3-4 തവണ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു, എന്നിട്ട് അപ്ഗ്രേഡ് ആവണില്ല. നമുക്ക് 29 ടോയ്ലറ്റ് പേപ്പർ കിട്ടിയിട്ടാ. ആദ്യ കയ്യിലാണ് ഫുഡ് ഉള്ളത്. നമുക്ക് കുറച്ച് അധികം ബർഗർ മേടിക്കാം ഗൈസ്. ബർഗർ നമുക്ക് അത്യാവശ്യം നല്ല എനർജി തരും. ഞാൻ എന്തായാലും 10 ബർഗർ മേടിച്ചിട്ടുണ്ട് ഗൈസ്. ഡോറിറ്റോസ് കഴിച്ചത് അവിടെ ആദ്യം തന്നെ നമ്മുടെ വിശപ്പങ്ങ് മാറ്റാട്ടെ അത്യാവശ്യം. ഇനി ഇവിടെ പോയി നമുക്ക് ഫുഡ് ഇങ്ങനെ മേടിച്ച് കഴിക്കാം. അപ്പൊ പിന്നെ സെറ്റാണ് ഗൈസ്. പിന്നെ നമുക്ക് കുഴിക്കാനുള്ള ബാക്കി പരിപാടി നോക്കാം. ഇന്നിവിടെ ഫുഡിന് എന്താണ്? ഡോറിറ്റോസാ. ഇത് കഴിച്ചിട്ടല്ലേ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ. ഇതൊക്കെ കഴിച്ച് ഞാൻ അങ്ങനെയാണ് ഗൈസ് വിശപ്പ് പറഞ്ഞത്. എനിക്കറിയില്ല, പക്ഷെ ഞാൻ എന്തായാലും ഇനി കുഴിക്കാൻ പോവാണ്. ഇനി ഫുള്ള് നമ്മുടെ ഈ ബർഗറിന്റെ സ്റ്റാമിന തീരണ വരെ ഞാൻ എന്തായാലും ഇനി കുഴിക്കാൻ പോണി. ഇനി ഒന്നും നോക്കണ്ട. കാമോണ്ടറാ നേരെ താഴത്തേട്ട് വിട്ടോ. നമുക്ക് ഇവിടുന്ന് ഒത്തിരി ഐറ്റംസ് ഒക്കെ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് ഗോൾഡ് കോയിൻ താട്ടറ. ഇനി നേരെ ഹാമർ, റയർ ആയിട്ടുള്ള ഹാമർ കിട്ടി. ഇനി ഞാൻ നേരെ താഴത്തേട്ട് കുഴിച്ചു പോവാണ് ഗൈസ്. അങ്ങനെ ആകുമ്പോ ഏറ്റവും അടിയിൽ എത്തുമ്പോണ്ടല്ലോ എന്തെങ്കിലും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് നോക്കാലോ ഗൈസ്. ഇപ്പൊ നമ്മൾ 10 നൈറ്റ് ആയിടാ. 10 നൈറ്റ് ആയി നമ്മളിവിടെ കുഴിക്കാൻ തുടങ്ങിയിട്ട്. നമ്മൾ ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ പകുതി വരെ കുഴിച്ചിട്ടുണ്ട്. പക്ഷെ എന്റെ സാക്ക് ഭയങ്കര ചെറുതായോണ്ടല്ലോ ഗൈസ്, എനിക്ക് അങ്ങോട്ട് മേടിച്ചങ്ങ് വെക്കാൻ പറ്റില്ല. നമ്മുടെ സാക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യണം ഗൈസ്. പക്ഷെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാൻ നേരത്ത് ആ സാധനത്തിന്റെ സാക്കിന്റെ നമ്മുടെ സ്റ്റോറേജ് ലെവൽ ആണെങ്കിൽ ഇൻക്രീസ് ആവണമില്ല. അമ്മാതിരി ഒരു അവസ്ഥയിലാണ് ഗൈസ് നമ്മൾ നിൽക്കണത്. അത് ഭയങ്കര കഷ്ടാട്ടാ. ബർഗർ മേടിച്ച് നന്നായി ഗൈസ്. ബർഗറിന് നല്ല സ്റ്റാമിന ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മൾ അത്യാവശ്യം കുഴിച്ചിട്ടുണ്ട്. പകുതി കൂടുതൽ ദൂരം നമ്മൾ കുഴിച്ചിട്ടുണ്ട് ഗൈസ്. എങ്ങനെയെങ്കിലും ഈ പ്രശ്നയിൽ നിന്ന് നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം കേട്ടോ മാക്സിമം. രാവിലെ ആയിട്ടുണ്ട്. ഉള്ള സാധനങ്ങൾ ഇവിടെ എല്ലാം കൊണ്ട് ഞാൻ വിൽക്കട്ടെ ഗൈസ്. എന്നിട്ട്
എത്ര ടോയ്ലറ്റ് പേപ്പർ നമുക്ക് കിട്ടും? 26 കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് മാക്സിമം ഫുഡ് വേണ്ട, ഡിഗ് ചെയ്യാനുള്ള സാധനം എനിക്ക് വേണ്ട. കാരണം എന്റെ കയ്യില് അതിനെക്കാട്ട് അടിപൊളി സാധനം ഉണ്ടല്ലോടാ. നമുക്ക് ഇവിടുന്ന് ഫുഡ് മാത്രം. ഓ, ബർഗർ നമുക്ക് കുറച്ച് മേടിക്കാം ഗൈസ്. ബർഗർ 3-4 മേടിക്കാം. എന്തായാലും നല്ലൊരു ഇതാണ്. ഇനി ഞാൻ എന്തായാലും നേരെ താഴ്ത്തിട്ട് പോയി കുഴിക്കാട്ടാ. ഇനി നമുക്ക് അത്യാവശ്യം സെറ്റപ്പ് ആയി എന്നാണ് എനിക്ക് തോന്നണേ. നോക്കിക്കോട്ടെ, നമ്മൾ എത്ര ദൂരം വരെ കുഴിച്ചത് നിങ്ങൾക്ക് കാണാൻ പറ്റൂ. കണ്ട ഗൈസ്, പകുതി കൂടുതൽ നമ്മൾ ഇവിടം വരെ എത്തി. ഓക്കെ, ലെറ്റ്സ് ഗോ. ഞാൻ എന്തായാലും ഇവിടെ നിന്നുണ്ടല്ലോ ഗൈസ്, ഇവിടുന്ന് ഗോൾഡ് കോയിൻ ഒക്കെ എടുക്കട്ടെ. ഓക്കെ, പ്ലെയർ എടുക്കട്ടെ. സ്കള്ളൊന്നും വേണ്ട. അടുത്ത ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. എടുക്കണ്ടെന്ന് പറഞ്ഞാലും നമ്മൾ അതൊക്കെ എടുത്ത് ഗൈസ്. എന്തൊക്കെ അൺകോമൺ ആയിട്ട് നമുക്ക് ബോണ് എല്ലും കഷ്ടൊക്കെയാണ് പിന്നെ കിട്ടിയേക്കണത്. ഓ, എനിക്കൊന്ന് റയർ ആയിട്ടുള്ള ഷൂ, സോക്സ് ഒക്കെയാണ് കിട്ടണേ. ഞാൻ എന്തായാലും വീണ്ടും താഴ്ത്തിയിട്ട് കുഴിച്ച് പോണു ഗൈസ്. ഈ ഡ്രില്ലർ ഇല്ലായിരുന്നെങ്കിൽ ഒന്ന് അവസ്ഥ ആലോചിച്ചു. ഞാൻ ഒറ്റയ്ക്ക് എങ്ങനെ ഈ ഗെയിം കംപ്ലീറ്റ് ചെയ്യും? കംപ്ലീറ്റ് ഒക്കെ ചെയ്യാൻ പറ്റും, പക്ഷെ ഒരു 2-3 മണിക്കൂർ എടുക്കുന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. ഓ, നമ്മൾ നെക്സ്റ്റ് ഏരിയയിലോട്ട് എത്തി ഗൈസ്. കണ്ട, വീണ്ടും പാറയുടെ കളർ വീണ്ടും മാറിയടാ. ശരിക്കും ബ്ലാക്ക് ആയിട്ടുണ്ട്. എനിക്ക് തോന്നണേ ഇത് കൊണ്ട് കുഴിക്കാൻ പറ്റും ഗൈസ്. ഡ്രില്ലറും കൊണ്ട് കുഴിക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടോ? നമുക്ക് എന്തായാലും മാക്സിമം കുഴിച്ച് വേണ്ട. ഞാൻ എന്തായാലും ഈ സാക്ക് ഉണ്ടല്ലോ ഗൈസ്, നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ പെട്ടെന്ന് പോയി വിറ്റിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് കുഴിക്കാനുള്ള പരിപാടി നോക്കാം. അതാണ് ഏറ്റവും നല്ലത്. എനിക്ക് 32 ടോയ്ലറ്റ് പേപ്പർ കിട്ടി ഗൈസ്. ലെറ്റ്സ് ഗോ. 200 ടോയ്ലറ്റ് പേപ്പർ ആവാണ്ട് നമുക്ക് എന്താ കീ കാർഡ് മേടിക്കാൻ പറ്റും. അത് കീ കാർഡും കൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കണം. നമുക്ക് എന്തായാലും വീണ്ടും താഴ്ത്തിട്ട് പോവാം. ക്ലോസ് ചെയ്തോ. ലെറ്റ്സ് ഗോ ഗൈസ്. ഇത് ക്ലോസ് ചെയ്ത് നമ്മൾ താഴ്ത്തിട്ട് ഇറങ്ങുവാണെങ്കിൽ ഉണ്ടല്ലോ, അവൻ നമ്മൾ കാണൂലടാ. അതെന്തായാലും നല്ലൊരു പരിപാടിയാണ്. നമുക്ക് നീര് താഴ്ത്തിട്ട് മാത്രം അങ്ങനെ കുഴിക്കടാ. ഇത് കണ്ടോ ഗൈസ്, ഗെയിം മൊത്തം ലാഗാണ്. എന്റെ നെറ്റിന്റെ കുഴപ്പമാണ്. BSNL ബ്രോഡ്ബാൻഡ് ആണ് എന്റെ, അതിന്റെ കുഴപ്പമാണ്. നമ്മളെന്തായാലും കുഴിച്ചു ഓൾമോസ്റ്റ് ഉണ്ടല്ലോ ഗൈസ്, ഏകദേശം താഴത്തൊക്കെ എത്താറായിട്ടുണ്ട് കേട്ടോ. ഒരു 60% നമ്മൾ വേണ്ടി കുഴിച്ചു എന്ന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ പറയാട്ട് ഇപ്പൊ തന്നെ. ബാക്കി ഇങ്ങോട്ട് നമുക്ക് എങ്ങനെയും കുഴിച്ച് നമുക്ക് സെറ്റ് ആക്കണം ഗൈസ്. അത് നമ്മൾ സെറ്റ് ആക്കിയിരിക്കും, നിങ്ങൾക്ക് അറിയാലോ അതൊക്കെ. പക്ഷെ ഇപ്പൊ കുഴിക്കാനുണ്ടല്ലോ കുറച്ച് പാടാണ്. കാരണം ഉണ്ടല്ലോ സർഫസ് കുറച്ച് ഹാർഡായിട്ട് വന്നോണ്ടിരിക്കുക. പക്ഷെ നമ്മൾ എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഗോൾഡാ സ്പോഞ്ച് ആർന്നല്ലേ. ഞാൻ വിചാരിച്ചത് ഗോൾഡ് ആയിരിക്കുന്നത്. സ്പോഞ്ച് കാണിച്ച പക്ഷെ പറ്റിച്ച് ഗൈസ്. പിറ്റോസ് രാവിലെ ആയിട്ടുണ്ട്. ധൈര്യമായിട്ട് കുഴിച്ചോ. താഴ്ത്തിട്ട് പോകോ, ഒന്നും നോക്കാനില്ല. എന്റെ ചാക്ക് ഫുള്ളായി ഗൈസ്. എന്റെ ചാക്ക് ഫുള്ളായി. ഞാൻ എന്തായാലും ഇത് കൊണ്ട് സെല്ല് ചെയ്യട്ടെ. അതായത് നമുക്ക് കുറച്ചുകൂടെ ബുർഗറൊക്കെ മേടിച്ചാൽ നമുക്ക് സെറ്റ് ആക്കാട്ടാ. നമുക്ക് എത്ര കിട്ടി? 23 കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഇവിടെ നിന്ന് ഡിഗ് അല്ല, നമുക്ക് ബുർഗറാണ് വേണ്ടത്. സാൻഡ്വിച്ച് എങ്കിൽ സാൻഡ്വിച്ച് അല്ല ഗൈസ്. ഹോട്ട് ഡോഗ് എങ്കിൽ ഹോട്ട് ഡോഗ്. ലെറ്റ്സ് ഗോ. ഞാൻ എത്ര ഹോട്ട് ഡോഗ് മേടിച്ച്? 5-6 മേടിച്ച്. ഉള്ള ഹോട്ട് ഡോഗ് ഒക്കെ ഞാൻ മേടിക്കുകയാണ് ഗൈസ്. ലെറ്റ്സ് ഗോ. 7-8 ഹോട്ട് ഡോഗ് മേടിച്ച് മതി. ഒരു ഹോട്ട് ഡോഗ് കഴിച്ചേക്കാം. ഹോട്ട് ഡോഗ് കഴിക്കുമ്പോ സെറ്റാണ് ഗൈസ്. ഇനി ഞാൻ വീണ്ടും ഒരു കുഴിക്കൽ പരിപാടി ഞാൻ തുടക്കട്ടെ. എനിക്ക് പെട്ടെന്ന് തന്നെ ഇവിടുന്ന് എസ്കേപ്പ് ആവണം. അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് ഗൈസ് ഇത്. ഞാൻ നോക്കട്ടെ. നമ്മൾ കുഴിച്ച് അത്യാവശ്യം താഴെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം താഴെ എത്തിയിട്ടുണ്ടാ. ഓക്കെ, എനിക്ക് എന്തൊക്കെ നമ്മൾ അടുത്ത സർഫസിലോട്ട് എത്തിയിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ്, എന്റെ സാക്കാണ് ഫുൾ ആവുകയും ചെയ്ത്. എന്റെ സാക്ക് എനിക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റാത്തതുണ്ടല്ലോ ഗൈസ്. അത് ഭയങ്കര ഒരു പരിപാടിയായി പോയിട്ടോ. ഞാൻ വിചാരിച്ചത് നമ്മുടെ സാക്ക് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്ന. ഞാൻ ഒത്തിരി സാധനം ഞാൻ വാങ്ങിച്ച സാക്കിന്റെ, പക്ഷെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റണ്ടായില്ല. നമ്മളെനിക്ക് തോന്നുന്നു അവസാനത്തെ സെക്കൻഡ് ലാസ്റ്റ് സർഫേസിലാണ് ഗൈസ് നമ്മൾ എത്തിയേക്കണേ. ഇനി നമ്മൾ കുഴിച്ച് കുറച്ചുകൂടി താഴ്ത്തിട്ട് പോയാൽ മതി. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാനുള്ള ബാക്കിയുള്ള പരിപാടികളെല്ലാം സെറ്റ് ആക്കാൻ പറ്റുന്നതാണ് സുഹൃത്തുക്കൾ എനിക്ക് തോന്നുന്നത്. നമുക്ക് നോക്കാം ഗൈസ്, നമുക്കത് നോക്കാം. എന്തായാലും ഞാൻ കുഴിച്ച് നമുക്കത് സെറ്റ് ആക്കാൻ പറ്റും. നമുക്ക് എന്തായാലും നോക്കണടാ. ഇനി അങ്ങോട്ട് താഴ്ത്തിട്ട് കുഴിക്കാൻ കുറച്ച് പാടാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. കരിങ്കല്ലാണ് ഗൈസ് വന്നേക്കണത്. കറുത്തിരിക്കണ കണ്ടില്ലേ? നമുക്കുണ്ടല്ലോ നോർമൽ കല്ല് വേണം. എന്തായാലാണത് പൊട്ടിക്കാൻ എളുപ്പം. 20 ടോയ്ലറ്റ് പേപ്പറാണ് ഗൈസ് നമുക്ക് ഇത്തവണ കിട്ടുള്ളൂ. നല്ല ഫുഡ് എവിടെന്നാണ് കിട്ടണത്? ഇവന്റെ കയ്യിൽ ഹോട്ട് ഡോഗിന്റെ ഡോറിറ്റോസ് ആണ്. ഡോറിറ്റോസ് എങ്കിൽ ഡോറിറ്റോസ് കുറച്ച് മേടിച്ചു വെച്ചേക്കാം ഗൈസ്. അല്ലാണ്ട് നമുക്ക് ഇനി വേറെ കഴിക്കാനായിട്ട് ഇനി ഒന്നും കിട്ടില്ല. രാത്രി സ്റ്റാമിന തീരുവാണെങ്കിലും പണി പാടില്ലേ. ഓക്കെ ഗൈസ്, ഞാൻ 16 ഡോറിറ്റോസ് മേടിച്ചിട്ടുണ്ട്. വീണ്ടും ഞാൻ കുഴിക്കാൻ വേണ്ടി പോവാണ്. ഈ ഗെയിമിൽ ഞാൻ കുഴിച്ച് ഇതിന്റെ ഏറ്റവും അറ്റത്ത് എത്താറായിട്ടുണ്ട് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, കണ്ട കുഴിക്ക്. ഓക്കെ, എന്തോ സ്കള്ളട്ട നമുക്ക് കിട്ടി. ഞാൻ വെച്ച് വേറെ എന്തെങ്കിലും സംഗതി ഇരിക്കുന്നത്. ഞാൻ ഒന്ന് ആകാംക്ഷയോട് ഓർത്തുപോയി ഗൈസ്. നമുക്ക് എസ്കേപ്പ് ആവാനുള്ള എന്തൊരു സാധനം കിട്ടിയിട്ടുണ്ടാവുന്നത്. ഡൊറീറ്റോ കഴിക്കുക. ഇത് പോരാ ഗൈസ്, നമ്മൾ 3 ഡൊറീറ്റോ കഴിക്കണം. എന്നാലാണ് നമ്മുടെ സ്റ്റാമിന ഫുൾ ആവുള്ളൂ. ഓക്കെ, ഇനി കുഴിച്ചോ. എനിക്ക് തോന്നുന്നുണ്ടല്ലോ. നോക്കി ഗൈസ്, നമ്മുടെ ഗ്രാഫ് നമ്മൾ ഓൾമോസ്റ്റ് താഴെ വരെ ഏകദേശം എത്താറായിട്ടുണ്ട്. വലിയ വിഷയമില്ലാട്ടോ ഇതുവരെ അല്ലേ? അതെ ഗൈസ്, വലിയ വിഷയമില്ലാട്ടാ. ഞാൻ പെട്ടെന്ന് പോയിട്ടുണ്ടല്ലോ ഗൈസ്. ഈ സാധനങ്ങളെല്ലാം ഒന്ന് സെല്ല് ചെയ്തിട്ട് വരട്ടെ. ഇപ്പൊ തന്നെ വൈകുന്നേരം നമ്മുടെ സാക്ക് എന്തായാലും ഫുൾ ആയിട്ടുണ്ട്. കമോൺ, എത്ര ടോയ്ലറ്റ് പേപ്പർ കിട്ടി? 19 കിട്ടി ഗൈസ്. നേരെ പോയി സെല്ല് കയറിട്ടെ. 4 സെക്കൻഡ് 3 സെക്കൻഡ് കയറി പോലീസ് അങ്ങോട്ടാ വന്നത് നോക്കട്ടെ. ആദ്യം അവൻ ഇങ്ങോട്ടാണ് വന്നത്. നൈറ്റ് 13 ആയിട്ടുണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ഒരു നൈറ്റ് 16-17 നമുക്കുണ്ടല്ലോ ഗൈസ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോക്കട്ടെ, കുഴിച്ചെന്തായാലും താഴെ. ഓ മൈ ഗോഡ് ഗൈസ്, രാത്രി ഇവിടെ ഒന്നും കാണാൻ പറ്റില്ല. ഗൈസ്, എനിക്ക് ഇവിടുന്ന് ഡക്ക്, ഞാൻ വിചാരിച്ച വേറെ എന്തെങ്കിലും റെയർ ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്നത് ഡക്ക് റെയറാന്നാണ് ഗൈസ് അതിനകത്ത് പറഞ്ഞേക്കണേ. അല്ലാതെ വേറെ നോർമൽ റെയർ ആയിട്ടുള്ള സാധനം കിട്ടുന്നതെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ അതൊന്നും കിട്ടിയില്ല. ഡേ 14 ആയിടാ.
കൊണ്ട് വിക്കട്ടെ ഗൈസ്. വിറ്റിട്ടുണ്ട് 20 ടോയ്ലറ്റ് പേപ്പർ. ഇവിടെ നിന്ന് നമുക്ക് എന്താണ് നമുക്ക് സിറിഞ്ച് മേടിക്കാം ഗൈസ്. നമ്മുടെ എനർജി നമുക്ക് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല, ഞാൻ എന്തായാലും 2 എണ്ണം മേടിച്ച് 3 എണ്ണം മേടിച്ച് ഗൈസ്. എങ്ങനെയാണ് എനർജി ബൂസ്റ്റ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്തായാലും മേടിച്ചിട്ടുണ്ട്. എന്റെ കയ്യിലാണ് ഇപ്പൊ അത്യാവശ്യം ഫുഡും ഉണ്ട്. ഞാൻ എന്തായാലും അപ്പൊ താഴ്ത്തിയിട്ട് നേരെ പോയി കുഴിക്കാൻ നോക്കുവാണ് ഗൈസ്. നമ്മൾ ഓൾമോസ്റ്റ് താഴെ എത്താറായിട്ടുണ്ട്. ഞാൻ എന്തായാലും ഒരു സിറിഞ്ച് അങ്ങ് എടുത്തു നോക്കാട്ടാ. കാരണം ഉണ്ടല്ലോ നമ്മുടെ കയ്യിൽ ഇപ്പോ സ്റ്റാമിന കുറവല്ല. ഒരു സിറിഞ്ച് ഞാൻ കുത്തി. ഓക്കെ, മാക്സിമം എനർജിയാ 8 സെക്കൻഡാ. അടുത്ത് കുഴിക്കടാ ഗൈസ്. എന്നിട്ട് ഇത് കുഴിക്കണില്ല. ഇത് കണ്ട എന്റെ നെറ്റിന്റെ കുഴപ്പമാണ് ഗൈസ്. BSNL ബ്രോഡ്ബാൻഡ് ഞാൻ കുഴിക്കണ്ട് ഇവിടെ, പക്ഷെ ഇത് കുഴിയണില്ല. ഓൾമോസ്റ്റ് നമ്മൾ ഏറ്റവും താഴെ എത്താറായിട്ടുണ്ട് ഗൈസ്. ഇത് കണ്ട ഓൾമോസ്റ്റ്. ഇവിടെ നിന്ന് എന്തോ ഗോൾഡ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ ലെജൻഡറി ട്രോഫി കിട്ടിയിട്ടുണ്ട് ഗൈസ്. അവിടെ ഓൾമോസ്റ്റ് നമ്മൾ താഴെ എത്താറായിട്ട്. വീണ്ടും എനർജി തീർന്ന്. ഇത്തവണ ഞാൻ ഡോറിറ്റോസ് ആണ് ഗൈസ് കഴിക്കണത്. നമ്മൾ ഇത് കണ്ട ഓൾമോസ്റ്റ് ആ ഗ്രാഫിനൊക്കെ നോക്കുവാണെങ്കിൽ കാണാം നമ്മൾ ഓൾമോസ്റ്റ് വീണ്ടും താഴെ എത്താറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇവിടെ നിന്നല്ല നമുക്ക് എസ്കേപ്പ് ആവാൻ പറ്റണത്. ഇവിടെ നമുക്ക് അണ്ടർഗ്രൗണ്ട് വഴി ഉണ്ടല്ലോ ഗൈസ്. ഏതെങ്കിലും ഒരു വഴി ഉണ്ടാവും. ചിലപ്പോ നമുക്ക് ഇവിടുന്ന് ഗോൾഡ് കോയിൻ എപ്പിക്ക് ഇവിടെ ഗോൾഡ് കോയിൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ അണ്ടർഗ്രൗണ്ട് വഴി ഉണ്ടല്ലോ ഗൈസ്. നമുക്ക് എങ്ങനെയെങ്കിലും തീർന്ന സ്റ്റാമിനൊക്കെ. ആഫ്റ്റർനൂണായി പെട്ടെന്ന് വെക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. 32 ടോയ്ലറ്റ് പേപ്പർ കിട്ടിയിടാ. ഞാൻ തിരിച്ചു വന്ന് കയറി ഗൈസ്. രാത്രി അവിടെ കണ്ട് തൊട്ട് മുമ്പ് ഞാൻ തിരിച്ചു വന്ന് ഇവിടെ കറക്റ്റ് ആയിട്ട് കയറിയിട്ടുണ്ട് കേട്ടാ. മൈ ഗോഡ്, അവൻ നമ്മളെ കാണുമോ? നമ്മൾ പിടിച്ചാൽ ടൂൾസ് ഒക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ. ഈ പോലീസുകാരുണ്ടല്ലോ ഗൈസ്, വലിയ സീനൊന്നുമില്ല. നമ്മൾ അതുപോലെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും നോക്കണില്ല കേട്ടാ. നമുക്ക് സിമ്പിൾ ആയിട്ട് ഇവൻ എസ്കേപ്പ് ചെയ്യാനായിട്ട് നമുക്ക് സൗകര്യം ചെയ്തു തരണ്ട്. നേരിട്ട് മൂടിയിട്ടുണ്ടെങ്കിൽ കേട്ടല്ലോ. പിന്നെ നമ്മളിവിടെ ഉണ്ടോ ഇല്ലോ എന്നുള്ള കാര്യമൊന്നും വന്ന് നോക്കില്ലടാ. അങ്ങനത്തെ ഒരു പോലീസുകാരനാണ് ഇത്. ഞാൻ എന്തായാലും അടുത്ത സിറിഞ്ച് കുത്തി വെച്ചിട്ടുണ്ട്. മാക്സിമം എനിക്ക് എനർജി കിട്ടിയിട്ടുണ്ട്. ഗോൾഡ്. മൈ ഗോഡ് ഗൈസ്, അടുത്ത സർഫേസ് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് എസ്കേപ്പ് ആവാനുള്ള വഴി എന്ന് തോന്നുന്നു ഗൈസ്. ലെറ്റ്സ് ഗോ. കം ഓൺ. എന്തൊക്കെയോ സ്കള്ളൊക്കെ അവിടെ കുടിക്കടാ ഗൈസ്. എനിക്കെന്തോ എപ്പിക്ക് കീ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ കൊണ്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അടിപൊളി സാധനങ്ങൾ കിട്ടും തോന്നുന്നു. അല്ലാണ്ട് വലിയ ഗുണമൊന്നുമില്ല. എടാ ഇത് കുഴിച്ച് നമ്മൾ ഏകദേശം സെറ്റ് ചെയ്തിട്ട് അടിവരെത്തി. എന്റെ സ്റ്റാമിന വീണ്ടും തീർന്ന് ഗൈസ്. ഇത്തവണ ഞാൻ എന്തായാലും ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതാണ് എനിക്ക് തോന്നണേ. നോക്കട്ടെ, എനിക്ക് റയർ ആയിട്ടുള്ള ഡക്ക് കിട്ടി ഗൈസ്. വീണ്ടും ഞാൻ താഴത്തേക്ക് കുഴിച്ച് എനിക്ക് എന്തൊരു കുറച്ചുകൂടെ കുഴിച്ചാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവാനായിട്ടുള്ള എന്തെങ്കിലും ഒരു സൂചന കിട്ടി ഗൈസ്. ഞാൻ നോക്കട്ടെ. കമോൺ, എന്തെങ്കിലും ഒരു സാധനം. എന്റെ ചാക്കാണി ഫുള്ളായില്ലോ ഗൈസ്. ഞാൻ എന്തായാലും താഴത്തേക്ക് ഡിഗ് ചെയ്യാനാണെങ്കിൽ എന്നെ കൊണ്ട് പറ്റണമല്ലോ ഈ സാധനമൊക്കെ. മൈ ഗോഡ് ഗൈസ്, നമ്മൾ താഴെ വരെ എത്തി ഗൈസ്. താഴെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് ഓൾമോസ്റ്റ്. ഈ സാധനം ഞാൻ വിക്കട്ടെ. എനിക്ക് 29 സാധനം കിട്ടിയിട്ടുണ്ട്. എന്ത് 29? മറ്റേത് ഏത് കോളയാ? 60 എനർജി നമുക്ക് കിട്ടുന്ന കോളെങ്കിൽ കോള. ഇങ്ങ് താട്ടെ, എനിക്ക് എനർജി കുറച്ച് ഇനി ആവശ്യം ഉണ്ടാവും. ലെറ്റ്സ് ഗോ ഗൈസ്. നമ്മളതിന്റെ ഏറ്റവും താഴെ നമ്മൾ വേറെ ഏതൊരു വഴിയിലായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടാ. എനിക്ക് തോന്നുന്നത് ഗൈസ് ഈ ടൈമിൽ നമുക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാന്നാണ്. എല്ലാരും ലഞ്ച് ടൈമിലായിട്ട് അപ്പുറം അടുക്കളയിലോട്ട് പോയിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മളുണ്ടല്ലോ ഗൈസ് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നതാണ് ഗൈസ് എനിക്ക് തോന്നുന്നത്. കണ്ടാ നമ്മൾ വേറെ ഏതൊരു വഴിയിലെത്തി ഗൈസ്. കുഴിക്ക് സ്റ്റാമിന ഇല്ലല്ലേ, കഴിച്ച് ഇനി കുഴി കുറച്ച് ഇവിടെ വലുതാക്കട്ടെ ഗൈസ്. വലുതാക്കട്ടെ. ഓ മൈ ഗോഡ് യെസ്, ഞാൻ ഇവിടെ താഴ്ത്തിട്ടെത്തി. താഴ്ത്തുനിന്ന് എനിക്കെന്താ ഇതൊന്നും എടുക്കാനുണ്ടോ? ഇല്ല ഗൈസ്, നമ്മുടെ താഴെ എന്തോ മൈനാണിത്. നമ്മുടെ താഴത്തെ എന്തോ മൈനിലെത്തി. പോലീസ് നമ്മൾ ചേസ് ചെയ്ത് വരും. പോലീസ് നമ്മൾ ചേസ് ചെയ്ത് വരും. ഓ മൈ ഗോഡ് ഫൈൻഡ് ദ ലാഡർ ഗൈസ്. നമ്മുടെ ലാഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പോലീസ് നമ്മുടെ പുറകിട്ട് ഗൈസ്. ഓ മൈ ഗോഡ് ഗൈസ്, നമ്മൾ പോലീസ് നമ്മളെ ചേസ് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് റൈറ്റ് പോണം. നമ്മളെന്തോ ലാഡർ കണ്ടുപിടിച്ച് ലാഡർ വഴി എസ്കേപ്പ് ആണെന്നാണ് നമ്മുടെ അടുത്ത് പറഞ്ഞേക്കണേ. പോലീസ് നമ്മുടെ തൊട്ട് പുറകിട്ട്. നോ ഗൈസ്, പോലീസ് പിടിച്ചാ തീർന്ന് ഗൈസ്. ഓ മൈ ഗോഡ്, ഇതുവഴി വീണ്ടും റൈറ്റ്. എടാ നമ്മൾ ഈ റൈറ്റ് തന്നെ പോയിക്കൊണ്ടിരിക്കല്ലേ ഗൈസ്. എനിക്ക് ഇവിടുത്തെ ലാഡർ ഒന്നും കാണാനില്ലല്ല. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ലാഡർ മിസ്സാക്കണ്ടേ? എനിക്കറിയില്ല. ഈ വഴി. ഓ മൈ ഗോഡ് ഗൈസ്, ലെഫ്റ്റ് ഗൈസ്. കറക്റ്റാ, നമ്മൾ പോണ കറക്റ്റാന്ന് എനിക്ക് തോന്നണേ. പോലീസിന്റെ പുറകിണ്ടാ. പോലീസിന്റെ തൊട്ട് പുറകെ തന്നെയുണ്ട്. നോ വേ ഗൈസ്. ലെറ്റ്സ് ഗോ. കേറി എസ്കേപ്പ്. പോലീസ് തൊട്ടു പുറകിണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതിസാഹസികമായിട്ട് നമ്മുടെ ജയിലിൽ നിന്ന് എസ്കേപ്പ് ആയി ഗൈസ്. കൊള്ളാർന്ന് ഗൈസ്. അങ്ങനെ ഫൈനലി ഗൈസ് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല, ജയിലിൽ നിന്ന് ഡിഗ് ചെയ്ത് ഒരു മൈൻ ഷാഫ്റ്റിലെ ലാഡർ വഴി എസ്കേപ്പ് ആയിട്ടുണ്ട്. അപ്പൊ സുഹൃത്തുക്കളെ, ഞാൻ എന്തായാലും ഉണ്ടല്ലോടാ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഉള്ളത് എല്ലാം ചെയ്തേക്കാം. അപ്പൊ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ടുണ്ടല്ലോ പെട്ടെന്ന് തന്നെ വീണ്ടും കാണാം. പീസ് ഔട്ട്.